ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റേറ്റ് എക്സ് മീ എസ് ഡി. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ്. മൈൻക്രാഫ്റ്റ് ബെഡ്റോൺ ബെഡ്റോക്കിലാണ് ഗൈസ്. ബെഡ്റോൺ ബെഡ്റോക്ക് എപ്പിസോഡ് 2 ആണ് ഗൈസ്. എപ്പിസോഡ് 1 വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത ബെഡ്റോൺ ബെഡ്റോക്കിൻ്റെ വെർഷൻ കുറച്ച് എററൊക്കെ വന്ന് വെച്ചാലും മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് ആയപ്പോഴത്തേക്കും വെർഷന് ചെറിയ എറർ വന്നു. അപ്പം അങ്ങനെ പോയി. അപ്പോൾ ഇത് കാരണം ഞാൻ പുതിയ ലേറ്റസ്റ്റ് വെർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും പൊളിക്കാം. കുറച്ച് ആരോ വന്ന് തിരിപ്പുണ്ട്, കുറുക്കനാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് പരിപാടിയുണ്ട്, കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ഒരു കോംപ്ലിമെൻ്ററി ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് പാച്ചിലാണ് ഷെയ്ഡ് എടുത്ത് വന്നിരിക്കുന്നത്. ആരാ? സ്ക്യൂരിൽ. അണ്ണാനാണ് ഗൈസ്. ഇതിനകം ടൈം ചെയ്യാൻ പറ്റുന്ന സാധനമൊന്നും ഉദ്ദേശിച്ചത് ടൈം ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഒരു ക്വസ്റ്റൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് അതെല്ലാം പുതിയ മൂബിനെ കുറിച്ചുള്ളൊരു സാധനങ്ങളാണ്. പിന്നെ ഇത് റോളോട് ക്വസ്റ്റ് എന്നും പറഞ്ഞു. ഇത് പിടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ക്വസ്റ്റ് ഇതിനകത്ത് ഗെറ്റ് സ്റ്റാർട്ടർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടറിനകത്ത് നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞത് അൺലോക്ക് ആയിട്ട് കിടപ്പുണ്ട്, ഫസ്റ്റ് ഫുഡെന്നും പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാം. അതിനകത്ത് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റിക്ക് 25 XP. ഇത് ഇതെല്ലാം 3 ഡോഗ് ഇട്ട് കഴിഞ്ഞാൽ 4 ഇത് കിട്ടും, സ്റ്റിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മളുടെ മൈൻക്രാഫ്റ്റ് ഇതൊക്കെ ഓണാക്കി നമുക്കൊരു മരം നിൽക്കുന്നുണ്ട്. ഈ മരം നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടണ്ട എൻ്റെ ഫോണിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ മരം വെച്ചേക്കാം. ഫസ്റ്റ് നമുക്ക് എടുത്തിട്ട് ക്ലെയിം ചെയ്യണം. കാരണം എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ക്ലെയിംഡായി. രണ്ടാമത്തെ സ്റ്റോണായി നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇത് നമുക്ക് ഈ മരം ബാക്കി പിന്നെ നമുക്ക് കിട്ടേണ്ട ഇങ്ങനെ ഏത് മുട്ടും ഇഷ്ടം അല്ല. ഇപ്പോൾ തന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് ആ മരം പിന്നെ മുറിക്കാം. കുറച്ചേ മുട്ടുള്ളൂ, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇതൊരു വീട് കിടന്നു, നമുക്ക് അതിനകത്ത് കയറി നോക്കാം. അവിടെ നിന്ന് ആ മരം മുറിക്കാൻ നേരം അല്ല ഇൻട്രോ പറയുന്ന സമയത്ത് കിട്ടുന്നത്. ഇവിടെ വാതിൽ എവിടെയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ബുക്ക് ഷെൽഫ് ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഉപയോഗം. ഇവിടെ ഒരു ഫസ്റ്റ് ഫ്ലോർ ഉള്ളത്. ഓക്കെ, ഒരു ബെഡ് ഉണ്ട്, നമുക്ക് ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇത് നമ്മുടെ വീട് ഗൈസ്. നമ്മളെന്തായാലും വീട് ഉണ്ടാക്കണമെന്നും പറഞ്ഞിരുന്നതാണ് സ്റ്റാർട്ട് ബേസ്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒന്നും ഇല്ലേടാ. വേണ്ടുണ്ട്. നമുക്ക് കോപ്പർ ആക്സ് കിട്ടിയിട്ടുണ്ട്. കോപ്പറിൻ്റെ ആക്സ് കേട്ടാ, അയൺ ആക്സ്. ഓക്കെ, ഫുഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാൻഡിലാണ്. കോപ്പർ ആക്സ് കണ്ട ഗൈസ്, ആരോ ഉപയോഗിച്ചിട്ട് വെച്ചതാണ് കേട്ടാ. പകുതി വരെ ഉള്ളൂ, പകുതി ഇച്ചിരി ഉള്ളൂ. ആരോ ഇവിടെ താമസിച്ചാണ് നോക്ക്. മിക്കവാറും ഏതെങ്കിലും സീനായിരിക്കും. എന്തായാലും നമ്മുടെ വീട് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടാണ് ഇപ്പോൾ. നമുക്ക് എന്തായാലും ഇറങ്ങി ഫസ്റ്റത്തെ ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നമ്മൾ ഇരിക്കാം. സ്മോക്കർ കേൾപ്പുണ്ട്. നമുക്ക് എൻ്റെ ഇവിടെ നിന്ന് താഴത്തോട്ട് വരാം. മൈനിങ് ഏരിയ നമുക്ക് സെറ്റാണ്. അവിടെ കയറി വീടാണ്, വില്ലേജാണ്. നമുക്ക് മറ്റേ ഇതിനകത്ത് സൂം ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ക്യാരറ്റ് ഇരിക്കുന്നത്. ഇത് മറ്റേ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടില്ലേ ഗൈസ്, വൈൽഡ് ക്യാരറ്റാണ്. വൈൽഡ് ക്യാരറ്റ് ഒരു വാട്ടം വീട്. എന്തെല്ലാം നമുക്ക് ആ വീടുകൂടെ കയറി നിനക്ക് ആരെങ്കിലും ഇല്ലാത്ത താമസമുള്ള അതിൻ്റെ ചെറിയ കേവ് കണക്ക് നമുക്ക് അവിടെ കയറിയിട്ട് നമുക്ക് രണ്ടാമത്തെ ബസ്സില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇതിനകത്ത് ആരോ ഉണ്ട്. ഇത് മറ്റേ ഇവന്മാരല്ലേ?
കൊല്ലാൻ പറ്റില്ല. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ അയ്യോ എന്തോ പറ്റി. ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ പറ്റി. ഇതൊക്കെ നമ്മുടെ സാധനമൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്തൊരു എന്തായാലും അവിടെ പോയിട്ട് കളിക്കും. രാത്രിയായി. ഇത് ഞാൻ പറഞ്ഞതാണ് കോംപ്ലിമെന്ററി ഷീറ്റാണ് കേസ്. ഇത് പാച്ചാണ്, മൈൻക്രാഫ്റ്റ് പാച്ച്. ഓ സൂര്യനൊക്കെ നോക്കിയേ. എന്തെങ്കിലും കിടന്ന് ഉറങ്ങാൻ പോവാം. ചെറിയ ലാഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാച്ചാണ്. പാച്ചിനകത്ത് ഉള്ളത് പെട്രോൾ കിട്ടുന്നു. ആൻഡ് കൊല്ലണം. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് പോകുന്നത്. ഇവിടെ എന്തൊരു ഹൈലൈറ്റ് കേട്ടോ. അങ്ങോട്ടാ പോയി കുറെ റോട്ടോ പ്രഷറില്ലാതെ കിട്ടിയില്ല. എന്തോ പോഷൻ ഓഫ് സ്ട്രെങ്ത് ഇത് കുടിച്ചോണ്ട് പോയി എന്തെങ്കിലും ഗുണമുണ്ടാ? അവനെ പോയി അവിടെ നമ്മുടെ ഷോപ്പെട്ടി അവിടെ കിടപ്പുണ്ട്. ഷോപ്പെട്ടിക്ക് സാധനം എടുക്കാം. രണ്ടുപേർക്ക് മാറി പട്ടിക്കരിപ്പാർ. എമറാൾഡ് കിട്ടി. അങ്ങനെ മൂന്നാമത്തെ വട്ടം മിണ്ടായില്ലേ, 2-3 വട്ടം കൊന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ആ വീട് സ്വന്തമാക്കാൻ പറ്റിയ കേസ്. ഇതൊക്കെ ഷോപ്പൊട്ടി ഇഷ്ടം പോലെ നടക്കുന്നത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പരിചയം നമ്മുടെ ഏരിയ ഇവിടെ ആർട്ട് ക്രിയേഷൻ നടത്തി. ഇവിടെ ബാരിൽ നമുക്ക് എല്ലാം കോപ്പറിന്റെ സാധനം കിട്ടിയോ? കോപ്പറല്ലേ? നമ്മളിപ്പോ ഫുള്ള് കോപ്പറിന്റെ ആളായിരിക്കും. വേറെന്തോ ഉള്ളത് അവിടെ ഇരിപ്പോട്ടെ. എന്തായാലും സാധനങ്ങൾ ഇരിപ്പോട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി ഇവനെങ്ങനെ ടൈം ചെയ്യൂടാ. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ക്യാരറ്റ് വരുന്നുണ്ടല്ലോ. പന്നിക്കുട്ടി ഇതിന് നമുക്ക് ടൈം ചെയ്യണം. നോക്കാം നമുക്ക്. ആ മറ്റേ ഒരു വേറൊരു ബുക്ക് ഇത് കൂടെ നമുക്ക് തന്നിട്ടില്ലേ, അതിനകത്ത് കാണും എങ്ങനെ ടൈമിൻ്റെ. ഇത് ഇവിടെ നിന്നൊരു കേവ് ഉണ്ട്. നമുക്ക് കേവിലോട്ട് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങും. അയ്യോ ഡാമേജ് കേൾക്കാം. ഡാമേജ് എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഗസ്റ്റ് സ്റ്റാർട്ടാണ്. വീണ്ടും കഴിഞ്ഞിട്ട് പോകാം. സ്റ്റോണേജ് ആക്ടിവേസ്. അപ്പോൾ നമുക്ക് കോപ്പറൊക്കെ എനിക്ക് കിട്ടാൻ
അതിനകത്ത് നമുക്ക് കോപ്പർ കുറച്ചുകൂടെ ആവശ്യം വരും. ഇവിടെ മറ്റേ സാധനം കിട്ടുന്നവിടെ കോൾ കിട്ടിയിരുന്ന നമുക്ക് ബുദ്ധിമുട്ടാക്കി. മറ്റേ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പോകണം. കൊണ്ട് പറട്ടെ, എനിക്ക് എന്തെങ്കിലും ടോർച്ചില്ലാത്ത കാരണം ഒന്നും കാണാൻ വരും. അത് ഷെയ്ഡും കൂടെ കിടക്കുന്ന കാരണം ഭയങ്കര മറ്റേ അത് ജസ്റ്റ് കളക്ട് ചെയ്യണം. Getting upgrade to wooden pickaxe to a stone pickaxe. നമുക്കതും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് എന്തായാലും ഓൾറെഡി കോപ്പർ ഉണ്ട്. പക്ഷെ അവന്മാർ വിചാരിച്ചിരിക്കുന്നത് ഫുഡനാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. എന്ത് പറയാനാ, പോളിങ് കിട്ടും. നമുക്ക് അയണാണ്. അപ്പം 3 ലെതറും കിട്ടും, 50 XP കിട്ടും. അയൺ പിക്കാക്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യും. അപ്പം നമുക്ക് ഇനി അത് അയൺ പിക്കാക്സ് കൊണ്ട് പിടിക്കണം. ഉണ്ടാക്കിയിട്ട് ഓർഡർ പ്ലീസ്. നമ്മൾ പിന്നെ ഒരു മോഡിട്ടുണ്ട്. ഈ മോഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജാവയിലെ പോലെ ഇത് നമ്മൾ കൈ കൊണ്ട് നടക്കുന്ന സമയത്ത് അതിനകത്ത് വട്ടം വരും. അതിൻ്റെ പേര് മാതിരി പോട്ടെ. നമുക്ക് എന്നിട്ട് കേക്ക്സ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബെസ്റ്റ്. അന്നേരം നമുക്ക് പോയി അയൺ കത്തിരിക്കുക. എന്ത് അത് കളിയാ ടിന്ന്, എന്ത് ടിന്നെന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മൈനിനായിട്ടപ്പോൾ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3 അയൺ അങ്ങനെ എടുത്തിട്ടുണ്ട്. 3 അയൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കും. ബ്ലാങ്ക് ആക്കും. നമ്മുടെ അങ്ങനെ ആദ്യത്തെ അയൺ പിക്കാക്സ് ആയിട്ടുണ്ട്. മറ്റേ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ അയൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് പിന്നെന്തുവാ പിന്നുള്ള നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാനാണ്. അതെന്തായാലും ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും. നമുക്ക് എന്തായാലും ഇനി ഇത് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ആണ്. നമുക്ക് സ്പോണർ ഉണ്ട്. ഒട്ടിക്കണ ആദ്യം. ടോർച്ച് വെച്ചാൽ ഇവന്മാർക്ക്
ആരെടുത്ത് എറിയുന്നു? അമ്മാരി എൻ്റെ പുറകെ ഉണ്ടോ? ഒരെണ്ണത്തിന് അവിടെ എന്തോ ഇതടിച്ചിട്ട് ഇവിടെ പംകിനുണ്ട് ഗൈസ്. പംകിനുണ്ട് ഇവിടെ അടുത്ത്. വില്ലേജുകാർ നമുക്ക് ആദ്യം ആ സ്പോണർ പൊട്ടിച്ചാൽ മതിയായിരുന്നു. ആ സ്പോണർ വെക്കണ്ടായിരുന്നു. അല്ല, ഇത് ലൈറ്റ് ടോർച്ച് വെക്കണ്ടായിരുന്നു. അവിടെ അവന്മാരെ പോയി ഫൈറ്റ് ഗൈസ്. അന്നേരം സ്പോണറാണ് പൊട്ടിച്ചേക്കാം. അല്ല വഴി ഇതിനകത്ത് വേറെ സ്പോണി കൂട്ടട്ടോ ഗൈസ്. മണ്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിച്ചാവുന്നു. അങ്ങോട്ട് കയറണ്ട മണ്ടന്മാരാ. ഇതിനകത്ത് എന്തൊക്കെയോ സാധനം കിട്ടില്ലായിരുന്നു. ചെസ്റ്റാണ് അടുത്തോടെ വില്ലേജ് ഔട്ട് പോസ്റ്റ് ഫുള്ള് സീസൺ ബേസ്. അത് നെതറൈറ്റ് സ്ക്രാപ്പ്. എൻ്റെ മോനെ ഗ്ലാസ് കളിക്കണ്ട. എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് എടുക്കണം. കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തായാലും നമുക്കിത് വന്നടയ്ക്ക് നോക്കാം. എന്തൊക്കെയാണ് കൂടുതലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവിടെ വില്ലേജ് ഉണ്ടെന്ന് തോന്നുന്നു. വില്ലേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിച്ച് റൈഡ് ചെയ്യണം. പിന്നെ മാത്രമല്ല കുറേ എക്സ്പ്ലോർ ചെയ്യണം. ആ വിച്ച് ഹട്ടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം. ആ സ്പോണർ പൊട്ടിക്കണം. അതാ ഫുള്ള് സ്പോൺ പ്രൂഫ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. സ്പോൺ പ്രൂഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പോൺ പ്രൂഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് പൊട്ടിച്ചോളേണ്ടി വരും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ കോംപ്ലിമെൻ്ററി ഷെയർ ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മൈൻക്രാഫ്റ്റ് പാച്ചാണ്. അയ്യോ, അപ്പം കോംപ്ലിമെൻ്ററി ഷെയ്ഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാച്ച് ആപ്ലിക്കേഷനാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തരാം. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ മറ്റു തന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. അത് കാരണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയാണ്. മാക്സിമം നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യും. ബൈ ടാറ്റ, ഗുഡ് ബൈ.